ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. വളരെ നീറ്റായിട്ട് ഏതൊരാൾക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് പോയിൻറ്റും ബസ്റ്റ് പോയിൻറ്റും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. 1 മീറ്റർ ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. മെയിൻ ക്ലോത്ത് 1.5 മീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് നമ്മുടെ ആവശ്യത്തിന് വിട്ടിൽ മടക്കിയെടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണേ. നമുക്ക് വേണ്ട ലെങ്ത് 15 ഇഞ്ചാണ്. 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി 16 ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് വളരെ നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കണം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ബാക്ക് പോർഷനിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നതെങ്കിൽ മാത്രം 1/2 ഇഞ്ച് ഈ ഒരു സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പം ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇവിടെ ഇങ്ങനെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഫ്രണ്ട് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു 1/2 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളുടെ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഷോൾഡർ 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച് കാണുക. അവിടെ നിന്ന് 1.5 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിന്. അതിന് കാരണം നമ്മളുടെ നെക്കിന് നമ്മൾ 8 അല്ലെങ്കിൽ 9 ഇഞ്ചാണ് ഡെപ്ത് കൊടുക്കുന്നത്. നെക്കിന് നമ്മൾ ഡെപ്ത് വളരെ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു ബോട്ട് നെക്കൊക്കെ ആണെങ്കിൽ ഷോൾഡറിൻ്റെ ആ പോയിൻ്റ് അതുപോലെ മാർക്ക് ചെയ്യുക. നമ്മളിപ്പം നെക്കിന് ഒരു 8 അല്ലെങ്കിൽ 9 ഇഞ്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ 1.5 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ഇഞ്ച് ഡൗൺവേഡ് കൊടുക്കുന്നു. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഷോൾഡറിന് കൊടുത്തിരിക്കുന്ന 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഭാഗത്തു നിന്നും 5.5 ഇഞ്ച് തന്നെയാണോ നമ്മളുടെ ആ ഒരു വിട്ടെന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണേ. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ ഓരോരുത്തരുടെയും ടോട്ടൽ ചെസ്റ്റ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് 36 ഇഞ്ചാണ്. ആ 36 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ചെന്ന് കിട്ടും. ആ 9 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം 1 ഇഞ്ച് ബാക്ക് പോർഷൻ ആയതുകൊണ്ട് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് ലൂസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ബാക്ക് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 1/2 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. എന്നിട്ട് 1.5 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നു. ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ സീം അലവൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ ലൂസ് കൊടുക്കുന്ന ആവശ്യമില്ല. ബാക്ക് പോർഷൻ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ പോയിൻറ്റുകളെ തമ്മിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഫ്രഞ്ച് കർവ് വെച്ച് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ടേപ്പ് വെച്ച് ഈ പോയിൻറ്റുകളുടെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമേ ഈ ഒരു മെത്തേഡിൽ. അതിനുശേഷം ഫ്രഞ്ച് കർവ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ പോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒരു ബക്കറ്റ് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് 3 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. 3.5 ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത് 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് 8 ഇഞ്ചാണെങ്കിൽ അത് ആവശ്യത്തിന് എടുത്താൽ മതിയേ. നമ്മളിപ്പോൾ 9 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. മുകളിൽ എത്ര കൊടുക്കുന്നോ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചായിരിക്കണം നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് അത് ബക്കറ്റ് നെക്കായി മാറുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് സ്ലാൻഡ് ലൈനും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ബക്കറ്റ് നെക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതെല്ലാം ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ചും ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.
ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അതേ പാട് നമ്മളുടെ ആ നെക്കിൻ്റെ അതേ വിഡ്ത്തും കറക്റ്റായിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് വരുത്താനായിട്ട് ഇതുപോലെ നമ്മളുടെ ഈ ഒരു ഭാഗം എടുത്ത് നന്നായിട്ട് കറക്റ്റായിട്ട് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ അയൺ ചെയ്ത് കൈകൊണ്ട് പ്രസ് ചെയ്യുന്നത് കൂടാതെ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അയണൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പാട് അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുവേ. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്കും ട്രേസ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഇതുപോലെ ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് ഇനി നമ്മൾ വെൽവെറ്റിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മളുടെ വെൽവെറ്റ് ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മളിപ്പം കാണുന്നത്. ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നെക്ക് മാത്രമാണ് ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് പിൻ കുത്തി കൊടുത്ത് അവിടെ നന്നായിട്ട് സെക്യൂറാക്കി വെക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ പോയിൻറ്റിലൂടെ നമ്മൾ വരച്ചു കൊടുത്ത പോയിൻറ്റിലൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം സീം എലവൻസ് ഇതുപോലെ നിർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഈ പോയിൻറ്റിൽ തുടങ്ങി അടുത്ത പോയിൻ്റ് വരെയും നമ്മൾ സീം എലവൻസ് ഒരല്പം നിർത്തി ഒരു 1/4 ഇഞ്ചൊക്കെ സീം എലവൻസ് നിർത്തി വേണം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാൻ. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇതുപോലെ നമ്മൾ ആ കോർണർ ത്രെഡിൽ കട്ട് വീഴാൻ പാടില്ല, എന്നാൽ നന്നായിട്ട് ഷാർപ്പായി കിട്ടുകയും ചെയ്യണം തിരിച്ചിടുമ്പം. അതിനായിട്ട് നമ്മൾ ഈ ഒരു കോർണറുകൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പ്രസ് സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോ പോയിൻറ്റും കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനെയും കൂടെ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. ബാക്ക് പോർഷൻ ഇത്രയ്ക്ക് നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്ക് പോർഷനാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. അത് നമുക്ക് പിന്നീട് ചെയ്യാം, ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇനിയും നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെ ഫുൾ വിഡ്ത്തിൽ രണ്ടായിട്ട് മടക്കി കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ അയൺ ചെയ്തൊക്കെ നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഇട്ടിരുന്നു. അത് നമുക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. ആ ഒരു ഭാഗം ഇതുപോലെ നീട്ടി നിർത്തി വേണം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം 3 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് നെക്കിന്. അതുപോലെ മാർക്ക് ചെയ്യുന്നു. 5.5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വിഡ്ത്ത്. അതും കറക്റ്റാണോ എന്ന് നോക്കി നമ്മൾ മാർക്ക് ചെയ്യുക. ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക് പോർഷൻ എടുത്ത് മാറ്റാവേ. ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നെക്കിന് ലെങ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു 6 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിന് കൊടുക്കുക. ഇവിടെയും നമ്മൾ 2.5 ഇഞ്ച് തന്നെയാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ബക്കറ്റ് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 2.5 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ ഭാഗം ഇവിടെ ക്ലിയറായി നമുക്ക്. ഇനി ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ താഴേക്ക് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 5.5 ഇഞ്ച് വിഡ്ത്ത് തന്നെയാണോ ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന 5.5 ഇഞ്ച് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തെ ലെങ്തും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കോർണർ പോയിൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 1/2 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ നമ്മളൊരു സ്ലാൻഡ് ലൈൻ, ഒരു ലൈറ്റായിട്ടൊരു സ്ലാൻഡ് ലൈൻ വരച്ച് കൊടുക്കുക. ആ പോയിൻറ്റിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരുന്നത് എവിടെയാണോ ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കിട്ടുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്ത്
ഇതുപോലെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് അതിനെ ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്തോണം. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ പോയിൻറ്റും ബസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ആദ്യമേ ചെസ്റ്റ് പോയിൻ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അത് നമ്മളുടെ ആം ഹോളിൻ്റെ ഭാഗത്തിലൂടെയാണ് നമ്മൾ ചെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് 36 ഇഞ്ചാണ്. അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചെന്ന് കിട്ടും. ആ 9 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ഇഞ്ചാണ് നമ്മളിപ്പോൾ സീം അലവൻസ് കൊടുക്കുന്നത്. 2 ഇഞ്ച് കൊടുക്കുകയും വേണേൽ ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ മുന്നോട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ 1 ഇഞ്ച് ഇവിടെ ലൂസ് കൊടുക്കുകയാണ്. അത് ലൂസാണ് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് 1.5 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. നമ്മൾ എപ്പോഴും 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബസ്റ്റ് പോയിൻ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമുക്ക് 10.5 ഇഞ്ച്, അതായത് ഈ ഒരു പോയിൻറ്റിൽ നിന്നാണെങ്കിൽ ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ചൊക്കെ വരുന്നിടം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിൻറ്റിൽ നിന്നാണെങ്കിൽ, ആം ഹോൾ പോയിൻറ്റിൽ നിന്നാണെങ്കിൽ, നമ്മളുടെ ഷോൾഡർ പോയിൻറ്റിൽ നിന്നാണെങ്കിൽ 10.5 ഇഞ്ച് എവിടെ വരുന്നോ അതാണ് ഈ ഒരളവുകാർക്ക് മിക്കവർക്കും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ബസ്റ്റ് പോയിൻറ്റിൻ്റെ, അതായത് നമ്മളുടെ കറക്റ്റ് നിപ്പിൾ പോയിൻറ്റിൻ്റെ എവിടെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. നമ്മൾ ചെസ്റ്റ് 36 ഇഞ്ച് ആണെങ്കിൽ നമ്മുടെ ബസ്റ്റ് പോയിൻറ്റ് 1 ഇഞ്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൂടുതലായിരിക്കും നല്ല വണ്ണമുള്ളവർക്ക്. ഇനി വണ്ണം തീർത്തും ഇല്ലാത്ത വളരെ തിന്നായിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഈ ചെസ്റ്റ് പോയിൻറ്റ് തന്നെയായിരിക്കും ബസ്റ്റ് പോയിൻറ്റ്. ടീനേജ് ഗേളിനെ വണ്ണമില്ലാത്തവർക്കൊക്കെ അങ്ങനെ, അതായത് നമ്മളുടെ ചെസ്റ്റ് ഭാഗത്ത് വണ്ണമില്ലാത്തവർക്കെല്ലാം ഈ ചെസ്റ്റും ബസ്റ്റും എല്ലാം ഒന്ന് തന്നെയായിരിക്കുമേ. അല്പമൊക്കെ വ്യത്യാസമേ വരത്തുള്ളൂ. ഇതുപോലെ തന്നെ നല്ല വണ്ണമുള്ളവർക്ക്, അത് പ്രത്യേകിച്ച് പറയുകയാണ്, ഓരോരുത്തരുടെയും ബോഡി ഷേപ്പ് എപ്പോഴും ഡിഫറൻസ് ആണ്. ചിലവർക്കാണെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് ശരിക്കും വണ്ണം കൂടുതലായിരിക്കും, അതായത് ചെസ്റ്റ് അളവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരെ ആണെങ്കിൽ ബസ്റ്റ് അളവ് എടുത്ത് തന്നെ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ചെസ്റ്റ് അളവിനെക്കാട്ടിലും 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂടുതൽ നമ്മുടെ ബസ്റ്റ് അളവുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ കാൽക്കുലേഷനിൽ തന്നെ അങ്ങ് കട്ട് ചെയ്ത് പോയാലും കറക്റ്റായിട്ട് കിട്ടും. കാരണം നമ്മൾ സീം അലവൻസ് കൂടുതൽ ഇടുന്നുണ്ട്, 2 ഇഞ്ച് ഇടുന്നുണ്ട്, 1 ഇഞ്ച് ലൂസും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവേ. ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമ്മളുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അപ്പം നമ്മളിവിടെ ബസ്റ്റ് അളവ് നോക്കുമ്പോൾ ഒരു 37 ഇഞ്ചോ അല്ലെങ്കിൽ 37.5 ഇഞ്ചോ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു 37.5 ഇഞ്ച്, അതായത് ചെസ്റ്റിനെക്കാട്ടിൽ 1.5 ഇഞ്ച് കൂടുതലുള്ള രീതിയിൽ എങ്ങനെയാണ് വരുമ്പം കിട്ടുന്നതെന്നുള്ളതാണ് പറയുന്നത്. 37.5 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.3 സംതിങ് എന്ന് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 9.4 എന്ന് കൊടുക്കാവേ. 9 ഇഞ്ചും 4 പോയിൻറ്റും കിട്ടുന്ന രീതിയിലാണ് നമുക്കിപ്പം കാൽക്കുലേറ്റ് ചെയ്യുമ്പം കിട്ടുന്നത്. അത് നമ്മൾ ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് 9.5 നമ്മളങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താലും നമ്മൾ ഇതുപോലെ ടേപ്പിൽ കൊടുക്കുമ്പോൾ 9.4 വരുന്നിടത്തോ അല്ലെങ്കിൽ 9.5 വരുന്നിടത്തോ നമുക്ക് മാർക്ക് ചെയ്യാം. വീണ്ടും നമ്മൾ 1 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്, 2 ഇഞ്ച് സീം അലവൻസും. നമ്മൾ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് എങ്ങനെയാണോ കൊടുത്തത് അത് തന്നെ നമ്മൾ ബസ്റ്റിൻ്റെ ഭാഗത്തും കൊടുക്കുകയാണ്. ഇനി ഈ പോയിൻറ്റുകളെ തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇങ്ങനെയാണ്. നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ ആണെങ്കിലും കിട്ടുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇനി ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് പോർഷനിൽ എത്രയാണോ ലെങ്ത് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് 1.5 ഇഞ്ച് കൂടുതൽ കൊടുത്താണ് ഫ്രണ്ട് പോർഷനിൽ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. ബാക്ക് പോർഷനിൽ 15 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് 16.5 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ലെങ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത ആ 15 ഇഞ്ചിൻ്റെ പോയിൻറ്റിലൂടെയും ഇതുപോലെയൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അളവ് എത്രയാണെന്നുള്ളതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അളവ് 34 ഇഞ്ചാണ്. 34 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഫോർമുലയുവേ. അപ്പം നമുക്ക് 34 ഇഞ്ചിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8.5 ഇഞ്ചെന്ന് കിട്ടും. അതാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ
തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂടെ കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് 8.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഓരോരുത്തരും അവനവൻ്റെ അളവിനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ 2 ഇഞ്ച് സീം അലവൻസ് ലൂസോ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല. അതിന് കാരണം നമ്മൾ ഈ ഒരു ബ്ലൗസിനെ പ്രിൻസസ് കട്ട് ആക്കുകയാണ്. പ്രിൻസസ് കട്ട് ആക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു മാർക്ക് ചെയ്ത വിട്ടുകളിലെല്ലാം ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് ലൂസ് കൊടുക്കാത്തത്. ഇനി ഈ ഒരു ഭാഗവും എങ്ങനെയാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ വന്നാൽ എന്താണ് എങ്ങനെയായിരിക്കും എന്നുള്ളതിന് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അളവുകളിലെല്ലാം വ്യത്യാസം ഇപ്പം തന്നെ വരുവേ. അതിന് നമ്മൾ പ്രിൻസസ് കട്ട് ആക്കുകയാണ്. പ്രിൻസസ് കട്ട് ആക്കുന്നത് വേറൊരു ചോക്ക് കൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റ് 10.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് 10.5 ഇഞ്ച്, അത് ഓരോരുത്തരും അവനവൻ്റെ ആ നിപ്പിൾ പോയിൻറ്റ് ഏതാണെന്നുള്ളതാണ് മാർക്ക് ചെയ്യേണ്ടത്. ആ പോയിൻറ്റ് എത്രയാണോ 10.5യോ 10.25 ഇനി 9.5യോ അത് ഓരോരുത്തരുടെയും എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് നമ്മൾ താഴ്ത്തി മാർക്ക് ചെയ്യുക. അപ്പം മുകളിൽ നിന്ന് നോക്കിയാൽ 11.5 ഇഞ്ച് വരുന്നിടത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ സൈഡ് വിഡ്ത്ത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു നിപ്പിൾ പോയിൻറ്റിൽ നിന്ന് അടുത്ത നിപ്പിൾ പോയിൻറ്റ് വരെയുള്ള വിഡ്ത്താണ്. നമുക്കിപ്പോൾ 7 ഇഞ്ചാണ് ഒരു നിപ്പിൾ പോയിൻറ്റ് മുതൽ അടുത്ത നിപ്പിൾ പോയിൻറ്റ് വരെയുള്ളത്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പം 3.5 ഇഞ്ച്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി 4 ഇഞ്ച് വരുന്നിടമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരും അവനവൻ്റെ നിപ്പിൾ പോയിൻറ്റിൻ്റെ നേരെ ഹാഫ് കാണുക. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഒരു ലൂസ് കൂടെ കൊടുക്കുക, അല്ലെങ്കിൽ തയ്യൽ തുമ്പിനായിട്ടുള്ളത് കൊടുക്കുക. എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫ്രഞ്ച് കർവ് എടുത്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ കറക്റ്റ് പോയിൻറ്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കറക്റ്റ് ആ പോയിൻറ്റുകൾ തമ്മിൽ വരുന്നത് പോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം അവിടെ ഇങ്ങനെ വരച്ച് കിട്ടുവേ. ഇനി നമുക്ക് എത്രയാണോ വിഡ്ത്ത്, നമ്മളിപ്പോൾ ഒരു 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെയും വണ്ണം അനുസരിച്ച് നമ്മളിപ്പോൾ 36 ഇഞ്ച് ചെസ്റ്റ് സൈസ് ആയതുകൊണ്ട് 2.5 ഇഞ്ച് കൊടുക്കുക. അതിൽ കുറവാണെങ്കിൽ ഒരു 2 1.5 ഒക്കെ കൊടുത്താൽ മതി. ഒട്ടും വണ്ണമില്ലാത്തൊരു 1.5 ഒക്കെ കൊടുത്താൽ മതി. ഇനി അതിൽ കൂടുതൽ വണ്ണമുള്ളൊരു 3 3.5 ഒക്കെ കൊടുത്തോണം. അതിനുശേഷം ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത്, അപ്പം നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്നേ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ 2.5 ഇഞ്ച് വിട്ട് നമുക്ക് ഇവിടെ കൂടുതൽ കൊടുക്കണം. അതാണ് നമ്മളുടെ ഈ ഒരു എല്ലാ അളവുകളിലും ഡിഫറൻസ് വരുമെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് വീതം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ടുള്ള ആ പോയിൻ്റ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. അത് നമ്മൾ ഒരു 1.25 കൂടുതൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. ഇനി ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഈ രീതിയിലാണ് നമ്മളതിനെ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസാണ് ഇവിടെ വരുന്നത്. നമ്മൾ പ്രിൻസസ് കട്ട് ആക്കുമ്പോൾ വ്യത്യാസം കൂടുതൽ. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ 1 ഇഞ്ചേ കൊടുത്തുള്ളൂ. നമ്മളുടെ ചെസ്റ്റ് ഭാഗത്ത് വിട്ട് ലൂസ് കൊടുത്തത് അത് നമ്മളിപ്പം 1 ഇഞ്ച് കൂടെ കൊടുത്ത് കൂടുതലാക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് കൂടെ കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കറക്റ്റ് സെൻറ്ററിൽ വരുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഷേപ്പ് സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് കർവ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. അത് നമുക്ക് ഇതെല്ലാം ഓപ്ഷണലാണ്. ഈ ഒരു ഭാഗത്തെ കറക്റ്റ് സെൻറ്ററിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, സ്ട്രെയിറ്റ് ആയിട്ടും കൊടുക്കാം. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമ്മളിതിനെ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രിൻസസ് കട്ട് ചെയ്യുന്ന വീഡിയോയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇടുന്നത്. വളരെ നീറ്റായിട്ട് ഏതൊരാൾക്കും സ്വന്തം അളവിലേക്ക് അവനവൻ്റെ ഒരു അളവ് ബ്ലൗസ് കൂടെ എടുത്ത് വെച്ചതിന് ശേഷം ഈ ഒരു പോയിൻറ്റുകൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിൻറ്റുകളെല്ലാം എങ്ങനെയാണെന്നുള്ളത് നോക്കി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുവേ. അതുപോലെ തന്നെ നമ്മളിപ്പം ഇതെല്ലാം ഒരു പഴയ ക്ലോത്തിലോ അല്ലെങ്കിൽ വില കുറഞ്ഞ ക്ലോത്തിലോ ആദ്യമായിട്ട് ചെയ്യുന്നവർ ചെയ്ത് നോക്കുക. എന്നിട്ട് അപ്പം നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മൾക്ക് വേണ്ട ഡിഫറൻസ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പം അതിനെ ക്ലിയർ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണ് നമ്മൾ സാരി ബ്ലൗസ് പഠിച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ
ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്നത് മാത്രമേ ഇടുന്നുള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ദിവസമായിട്ട് ഇടാവേ. അതുപോലെ തന്നെ ക്യാൻവാസ് ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ വെൽവെറ്റ് ക്ലോത്തിലാണ്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതും എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാവേ. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. നമുക്കൊരു ഇൻസ്റ്റയുണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ രണ്ട് വശത്തേക്കും നമ്മളുടെ നെക്കിൻ്റെ ഷേപ്പ് കിട്ടും. അതിനുശേഷം ഈ പ്രിൻസസ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒട്ടും ചുളുക്കം വരാതെ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാവേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.